നമസ്കാരം. പാകിസ്ഥാൻ യുദ്ധത്തിൽ ജയിക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ വ്യാജ വാർത്തകളാണ് പ്രചരിപ്പിക്കുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ. അത് സഹിക്കാനാകാതെ അത് കണ്ടുപിടിക്കാൻ തുനിഞ്ഞു നിന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരു സാധാരണക്കാരൻ ഇപ്പോൾ ഇതാ പാകിസ്ഥാന്റെ കള്ളങ്ങൾ പൂട്ടിച്ചിരിക്കുകയാണ്. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവരുടെ കണ്ണിലെ കരടാണ് ആർട്ട് ന്യൂസ് സഹസ്ഥാപകനായ മുഹമ്മദ് സുബൈർ. സൈബർ ഇടത്തിലെ വ്യാജ പ്രചരണങ്ങളെ കയ്യോടെ പൊളിക്കുക എന്നതാണ് സുബൈറിന്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ ജീവിതചര്യ എന്ന് പറയാം. ഇത്തരത്തിലെ നുണകൾ പൊളിച്ചടുക്കിയതിന്റെ പേരിൽ തന്നെ സുബൈർ പലരുടെയും കണ്ണിലെ ഒരു കരട് കൂടിയാണ് എന്ന് പറയണം. എന്നാൽ ഇന്നലെ ഇന്റർനെറ്റ് ലോകത്തിലെ ഹീറോയായി മാറുകയായിരുന്നു. പോയ കാലങ്ങളിൽ സുബൈറിനെ നിന്ദിച്ചവരുടെ പോലും ഇന്നലെ അദ്ദേഹം ഹീറോയാകുന്ന കാഴ്ച കണ്ടിരുന്നു. ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തു എന്ന വിധത്തിൽ അടക്കം സുപ്രധാന നുണ പ്രചാരണങ്ങൾ പാകിസ്ഥാൻ ട്വീറ്റ് ഹാൻഡിലൂടെ തന്നെ പുറത്തുവിട്ടപ്പോൾ അതെല്ലാം ഫാക്ട് ചെക്ക് ചെയ്ത് നുണയാണെന്ന് മുഹമ്മദ് സുബൈർ പൊളിച്ചടുക്കി. നിരവധി നുണകളാണ് ഇന്നലെ മുഹമ്മദ് സുബൈർ പൊളിച്ചടുക്കിയത്. സത്യമെന്ന പേരിൽ സാമൂഹ്യ മാധ്യമങ്ങൾ നിറഞ്ഞ അസത്യങ്ങളാണെന്ന് വസ്തുതകൾ തന്നെ നിരത്തി സുബൈർ വിളിച്ചു പറഞ്ഞു. രാത്രി മുഴുവൻ ഉറക്കം വിളിച്ചിരുന്നാണ് മുഹമ്മദ് സുബൈർ ഫാക്ട് ചെക്ക് ചെയ്തത്. പുലർച്ചെ 2 മണിയോടെ കിടക്കാൻ പോകുന്നതിന് മുൻപാണ് പാകിസ്ഥാനിലെ സൈനിക നടപടിയെക്കുറിച്ചുള്ള എക്സ് പോസ്റ്റുകൾ കണ്ടതെന്ന് സുബൈർ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകൻ പങ്കുവച്ച വീഡിയോ കണ്ടു. അതേ വീഡിയോ വാർത്താ ഏജൻസി പങ്കുവച്ചിരുന്നു. 2 ദൃശ്യങ്ങളും നേരത്തെ കണ്ടിട്ടുമുണ്ട്. ആ ഓർമ്മയിൽ തന്നെ പരിശോധിച്ചപ്പോൾ പഴയ വീഡിയോ ആണ് അതെന്ന് കണ്ടെത്തി. ഇക്കാര്യം എക്സിൽ പോസ്റ്റ് ചെയ്തപ്പോൾ സൈബർ ആക്രമണം ഉണ്ടായി. എതിർ രാജ്യത്തു നിന്ന് വരുന്ന വ്യാജ വിവരങ്ങളിൽ സത്യാവസ്ഥ ആദ്യം കണ്ടുപിടിക്കുക എന്നായിരുന്നു ചില പ്രതികരണങ്ങൾ. അപ്പോഴാണ് പാക് എക്സ് ഹാൻഡിലിലൂടെ തന്നെ പ്രവർത്തനത്തെക്കുറിച്ച് ചിന്തിച്ചത്. റഷ്യ യുക്രൈൻ യുദ്ധസമയത്ത് പ്രൊപ്പഗാൻഡ ഹാൻഡിലുകളുടെ പ്രവർത്തനം സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നതും യുദ്ധവുമായി ഒരു ബന്ധവുമില്ലാത്ത ചിത്രങ്ങളും ദൃശ്യങ്ങളും തെറ്റിദ്ധാരണ പരത്തുകയെന്ന ലക്ഷ്യത്തോടെ അവർ പ്രചരിപ്പിച്ചിരുന്നു. 1-2 പാക് എക്സ് ഹാൻഡിലുകളിൽ തന്നെ ഇപ്പോൾ സമാന രീതിയിൽ വ്യാജ പ്രചരണം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ പരിശോധിച്ച് സത്യാവസ്ഥ വ്യക്തമാക്കി പോസ്റ്റ് ചെയ്തിട്ടുമുണ്ടായിരുന്നു. ഇതനുസരിച്ചും അതുകൊണ്ട് തന്നെ അൽഗോരിതം അനുസരിച്ച് തന്നെ ഇപ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ പാക് അക്കൗണ്ടുകളിൽ നിന്നുമുള്ള പോസ്റ്റുകൾ ഫീഡിൽ വരുന്നുണ്ട്. ഇതിൽ തന്നെ ചില അക്കൗണ്ടുകൾ ഇന്ത്യക്കാരൻ തന്നെയാണെന്ന് എത്തിയിട്ടുണ്ട്. എന്നാൽ അവർ പാകിസ്ഥാനെയും കോൺഗ്രസ് ദേശീയ അധ്യക്ഷനെയും മല്ലികാർജുന ഖാർഗെയും പ്രശംസിക്കുമ്പോൾ ഇന്ത്യൻ സൈന്യത്തെ കുറ്റപ്പെടുത്തുകയായിരുന്നു. സൈനിക ഉദ്യോഗസ്ഥരെന്ന വ്യാജേനയുള്ള അക്കൗണ്ടുകളുടെ ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ തന്നെ ഇവരെ അസാധാരണമാവിധം ഉറുദു കടന്നുകൂടിയതായി തന്നെ ശ്രദ്ധിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഈ ഹാൻഡിലുകളുടെ യാഥാർത്ഥ്യം കണ്ടെത്തി. അവയെല്ലാം പാകിസ്ഥാനികൾ ഉണ്ടായിരുന്നു. പാക് പ്രചരണങ്ങളുടെ യാഥാർത്ഥ്യം പുറത്തു വന്നു കൊണ്ടുവന്നതും വലതുപക്ഷ ചായ്വുള്ള പല ഹാൻഡിലുകളിൽ നിന്നും പിന്തുണച്ചതും പ്രശംസിച്ചതും നേരിട്ടുള്ള സന്ദേശങ്ങളും കമന്റുകളും ലഭിച്ചു. തീവ്ര വലതുപക്ഷ ഹാൻഡിലുകളിൽ നിന്ന് അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ലഭിക്കുന്നത് പോലും പിന്തുണ പോലും കൂടുതൽ സമയത്തേക്കില്ല എന്നതാണ് പറയുന്നത്. സുബൈർ പറയുന്ന ദേശീയ മാധ്യമങ്ങൾ അടക്കം മുഹമ്മദ് സുബൈറിനെ വാഴ്ത്തിക്കൊണ്ട് വാർത്തകൾ വന്നിട്ടുണ്ട്.